എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ മനോരമ പത്രത്തിലെ ഒരു വാർത്ത കണ്ടപ്പോഴാണ് നമ്മളിത് ഈ വിധത്തിലൊരു കാർട്ടൂൺ ചെയ്യണമെന്ന് വിചാരിച്ചത്. അതായത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ 4 പ്രതികളെ പുറത്തിറക്കിക്കൊണ്ട് വന്നിട്ട് CPM നേതാക്കൾ അവരെ രക്തഹാരമിട്ട് സ്വീകരിച്ച് ആനയിച്ച് വലിയ സ്വാതന്ത്ര്യസമര സേനാനികളെ കൊണ്ടുവരുന്ന ഒരു പടം കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ഈയിടെ നമ്മുടെ ഈ പത്രമാധ്യമങ്ങളിലൂടെ കുറച്ച് ദിവസം ഒന്ന് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ ഈ ക്രിമിനലുകൾക്കും പ്രതികൾക്കും വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഈ പെരിയ പ്രതികളെ കാണാനായിട്ട് ശ്രീമതിയും ദിവ്യയും ആദ്യം പോയി കണ്ടു. ഈ ദിവ്യ തന്നെ ഒരു പ്രതിയാണ്. പിന്നെ പ്രതികൾ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ME ബാലകൃഷ്ണൻ പറഞ്ഞത് പ്രതികൾക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ആരും ഉണ്ടാകത്തില്ലെന്നാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ സാധാരണ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു തമാശയാണ്. ഇവർ CPMലെ പ്രതികൾക്കെതിരെയൊക്കെ കേസെടുക്കാൻ തുടങ്ങിയാൽ പാർട്ടിയിൽ വേറെ അംഗങ്ങളാരും ഉണ്ടാവില്ലെന്ന്. പക്ഷേ അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലാ സെക്രട്ടറി പറയുകയാണ്. അങ്ങനെ കുറ്റവാളികളെ ക്രിമിനലുകളിൽ നിന്നും പുറത്താക്കാൻ പറ്റത്തില്ല, പുറത്താക്കിയാൽ പാർട്ടിയിൽ വേറെ അംഗങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊരു ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ ഇത് എവിടെ വരെ എത്തിയെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതേപോലെ തന്നെയാണ് കൊടിസുനിയുടെ പരോൾ. ഈ കേരളത്തിനെ വിറപ്പിച്ച അത്യന്തം ക്രിമിനലായ ഒരാൾ കൊടിസുനിയെ ഇവർ തന്നെ ഗവൺമെൻറ് അതിൻ്റെ ഈ പിന്നാമ്പുറങ്ങളിലൂടെ കളിച്ച് അദ്ദേഹത്തിന് പരോൾ കൊടുത്ത് പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അതിനെ ന്യായീകരിക്കുന്നത് ഈ പരോള് ഈ തടവുകാരുടെ അവകാശമാണെന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത്. വേറൊരു വാർത്ത, കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് പാർട്ടിയിലെ EP ജയരാജൻ, P ജയരാജൻ തുടങ്ങിയ ജയരാജന്മാരെല്ലാവരും എടുത്തിരിക്കുന്നു. പിന്നെ മറ്റേത് പത്തനംതിട്ടയിൽ CPMൽ ചേരാനായിട്ട് റൗഡി പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് CPMൽ ചേർന്നിരിക്കുന്നത്. MLAയുടെ മകൻ, അത് നമ്മളറിയാം, നമ്മുടെ പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിൽ കൊടുക്കും. കഞ്ചാവ് അല്ല, അവർ വേറെ എന്തെങ്കിലും ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് ആ കേസ് തേച്ചു മാച്ച് കളഞ്ഞു. അത് പിടിച്ച ഉദ്യോഗസ്ഥനെ രാഖി രാമായണം മലപ്പുറത്തേക്ക് തട്ടി. ഇതുപോലാണ് ഈ ആർഷയുടെ കേസ്. ഈ നമ്മളിപ്പോൾ ലൈവായിട്ട് നടക്കുന്ന ഒരു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ ഒരു കേസുണ്ട് നമ്മുടെ ബോച്ചയുടെ. നമ്മുടെ ഈ SFIയുടെ ഇവരുടെ കുട്ടി സഖാവായ SFIയുടെ ആർഷോ എന്തോ ആണ് ആ ഒരു പെൺകുട്ടിയെ പറ്റി പറയുന്നത്. നാളുവിനിട്ട് ചവിട്ടിയിട്ട് എടി പെലച്ച് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഞാൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞവൻ ഇപ്പോഴും നാട്ടിൽ നടക്കും. അവനെതിരെ ഒരു കേസുമില്ല. പ്രതിപക്ഷത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലാത്തവരോ എന്തെങ്കിലും കുറ്റം ചെയ്താൽ പെട്ടെന്നാണ് നടപടികളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതേസമയത്ത് പാർട്ടിക്കാർ ചെയ്താൽ അത് മാക്സിമം കോടതിയിലെത്താതെ അല്ലെങ്കിൽ കേസാകാതെ ഒതുക്കി തേച്ച് മാച്ച് കളയും. അല്ലെങ്കിൽ കേസെടുത്തു കഴിഞ്ഞാൽ അത് പിൻവാതിൽ കൂടെ അത് നശിപ്പിച്ച് കളയും. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM ഈ ഗുണ്ടകൾക്കും പ്രതികൾക്കും വേണ്ടിയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു നിരവധി ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഞാൻ തന്നെ എന്തുമാത്രം കാർട്ടൂണാണ് ഈ CPMനെതിരെ ഈ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ നമ്മൾ വരച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഞാൻ അതിൻ്റെ ഓരോ കാർട്ടൂണുകൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. പുട്ടിന് പീരവൽ ഇടയ്ക്കിടാം. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ കാർട്ടൂൺ. അതായത് ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രം ഈ ഗുണ്ടകൾക്ക് താരാട്ട് പാടാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് അത്യന്തം ഭീകരവും ഭയാനകവും അപലപിക്കപ്പെടേണ്ടതുമായ ഒരു സംഭവമാണ്. അത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ഈ 5 വർഷത്തെ ഭരണം കിട്ടിയെന്നും 5 വർഷത്തെ 2 ടേം ഭരണം കിട്ടിയെന്നും പറഞ്ഞ് അവരങ്ങ് അർമാദിക്കുകയാണ്. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ ഭരണഘടനയാണ് എന്നും പറഞ്ഞ് അർമാദിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ ഒരു കാർട്ടൂണായിട്ട് മുന്നോട്ട് വരുന്നത്. എല്ലാ മാന്യപ്രേക്ഷകരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഈ രാഷ്ട്രീയ കറണ്ട് പൊളിറ്റിക്സ് അന്നേരം തന്നെ കാർട്ടൂണാക്കി അതിൻ്റെ ലൈവ് വരച്ച് കാണിക്കുന്ന ഏക ചാനൽ ഇതാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ചെയ്ത മറ്റേ ചാനലിന് കുറച്ചൊക്കെ നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടുതൽ പേര് മുന്നോട്ട് വന്ന് ഇതിൻ്റെ വ്യൂവേഴ്സായിട്ട് പങ്കെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം.